അയാളുടെ മണ്ഡലത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അയാളെ ഇപ്പോൾ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല, അയാളെ ഏതെങ്കിലും കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പ്രത്യേക CPM-ൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ബോധമുള്ള ഒരു വ്യക്തിയെ നമ്മളെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത്? അത് ഞങ്ങളുടെ സംസ്കാരമല്ല. വെച്ചാൽ ബോധപൂർവ്വം ഏതെങ്കിലും ഒരു വ്യക്തിയെ അവസരം എന്നതുകൊണ്ട് ചവിട്ടി തേച്ച് റെഡിയാക്കുന്ന ഒരു സമയം എടുക്കുന്നില്ല. UDF എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗൗരവത്തോടെയാണ് കാണുന്നത്. ലൈംഗികാരോപണം നേരിടുന്ന ഒരു വ്യക്തി കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ വലിയ ഒരു സമൂഹം പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയുടെ, പ്രത്യേകിച്ച് ശാസ്ത്ര രംഗത്തെ വിദ്യാർത്ഥികളുടെ മുന്നേറ്റം ലക്ഷ്യമിടുന്ന ഒരു പരിപാടിയുടെ വേദിയിൽ എത്തിയത് ഉണ്ടാക്കുന്ന അതൃപ്തിയും ആശങ്കകളും മനസ്സിലാക്കുന്നു. ഇത്തരം വിവാദങ്ങൾക്ക് ഇടവരുത്തുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് യോജിച്ചതല്ല. ഒരു ജനപ്രതിനിധിയെ നിയമപരമായി വേദിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ പാലിക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വവും മാന്യതയും ഓരോ വ്യക്തിയും സ്വയം പാലിക്കേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ നിലവിൽ അന്വേഷണത്തിലാണ്. നിയമം അതിന്റെ വഴിക്ക് മുന്നോട്ട് പോകട്ടെ. എന്നാൽ പൊതുസമൂഹത്തിൽ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് മാതൃകയാകേണ്ട വേദികളിൽ ആരോപണ വിധേയരായ വ്യക്തികൾ സ്വയമേ വിട്ടു നിൽക്കുന്നതാണ് ഉചിതമായ നിലപാടെന്ന് ഈ സർക്കാർ വിശ്വസിക്കുന്നു. ഭാവിയിൽ വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇത്തരം പരിപാടികളിൽ വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെയും ആത്മവിശ്വാസത്തെയും ധാർമ്മിക ചിന്തകളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തുവാനുള്ള നിർദ്ദേശം നൽകും. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ ഈ സർക്കാർ എന്നും പ്രതിജ്ഞാബദ്ധമായിരിക്കും. കൊള്ളാലോ. അപ്പം കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന ശിവൻകുട്ടിയുടെ ഈ ഏർപ്പാട് ഇത് നമ്മൾ ഇന്നും ഇന്നലെയുമായിട്ട് കാണാൻ തുടങ്ങിയതല്ല മക്കളെ, അല്ലേ? ഇന്നലെ രാഹുലുമായിട്ട് വേദി പങ്കിടുന്നു, രാഹുലുമായിട്ട് സംസാരിക്കുന്നു, രാഹുലുമായിട്ട് കുശലം പറയുന്നു, എല്ലാം ചെയ്യുന്നു ശിവൻകുട്ടി. അത് കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോ എന്താ പറഞ്ഞത്? രാഹുലിനെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല, രാഹുലിനെതിരെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല. അത് മാത്രമല്ല, രാഹുലിനെതിരെ UDF എടുത്തിരിക്കുന്ന നിലപാടല്ല ഇടതുപക്ഷത്തിനുള്ളത്. ഇടതുപക്ഷത്തിന്റെ സമീപനം, നയമെന്ന് പറയുന്നത് ചേർത്ത് പിടിക്കലാണ്, ആരോപണങ്ങളുടെ മേലിൽ ചവിട്ടി താഴ്ത്തലല്ല ഇടതുപക്ഷത്തിന്റെ നയമെന്ന് പറഞ്ഞ ശിവൻകുട്ടി വൈകുന്നേരമായപ്പോൾ വീണ്ടും മലക്കം മറിഞ്ഞു. ഏതുപോലെ PM ശ്രീയില് ഇത് കാവ്യവൽക്കരണമാണ്, ഇത് RSSന്റെ അജണ്ടയാണ് എന്ന് ഉറക്കെ 10,000 തവണ വിളിച്ചു പറഞ്ഞ ശിവൻകുട്ടി ഒക്ടോബർ 10 കഴിഞ്ഞ് രാജാവ് ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും JP നദ്ദയെയും കണ്ടു വന്നതിന് തൊട്ടു പിന്നാലെ തലയിൽ മുണ്ടിട്ട് പോയിക്കൊണ്ട് ഒപ്പിട്ട് വന്നിട്ട് മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞു, ഞാൻ നിലപാട് മാറ്റി എന്ന്. ഇതിനെ നിലപാട് മാറ്റിയ എന്നല്ല പറയുന്നത്, ഇതിനെ വേണമെങ്കിൽ തന്തയെ മാറ്റുന്നവൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അത് തന്നെയാ രാഹുലിന്റെ വിഷയത്തില് ഇന്നലെ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോ ശിവൻകുട്ടിയുടെ വാക്കെന്തായിരുന്നു? UDF അതാണ് ചെയ്യുന്നത്, UDF ചെയ്തത് ശരിയായില്ല, UDFന്റെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് അങ്ങനെ എല്ലാ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നയമെന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കലാണ്, അല്ലാതെ ചവിട്ടി താഴ്ത്തലല്ല എന്ന് പറഞ്ഞ ശിവൻകുട്ടി ഇന്ന് വൈകുന്നേരമായപ്പോ അത് മാറ്റി. നല്ല സിമ്പിളായിട്ട് അങ്ങ് തല തിരിഞ്ഞു. എന്താ ശിവൻകുട്ടി നന്നാവാത്തത്? എന്താണ് ശിവൻകുട്ടി? വേണമെങ്കിൽ ശിവൻകുട്ടിക്ക് ഇന്നലെ പറയാമായിരുന്നില്ലേ? രാഹുൽ അവിടുത്തെ MLA ആണ്, അതുകൊണ്ട് അയാളെ മാറ്റി നിർത്താൻ കഴിയില്ല, അതുകൊണ്ട് ക്ഷണിച്ചു, ഇത് സർക്കാരിന്റെ പരിപാടിയാണ്, അതുകൊണ്ട് ക്ഷണിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താമായിരുന്നു. അവിടെ നിർത്താതെ ശിവൻകുട്ടി വീണ്ടും ന്യായീകരിച്ചു, രാഹുലിനെ അനുകൂലിച്ചു, രാഹുലിനെ ചേർത്ത് പിടിച്ചു, രാഹുലിനെ ചേർത്ത് നിർത്തി, അല്ലേ? രാഹുലിനെ ചേർത്ത് നിർത്തി, ഇന്നലെ ന്യായീകരിച്ചു, UDF എടുത്ത നിലപാടിനെ വിമർശിച്ചു.
ഇടതുപക്ഷത്തിന്റെ രീതി അതല്ല എന്ന് പറഞ്ഞു. ചവിട്ടി താഴ്ത്തലല്ല രീതി എന്ന് പറഞ്ഞു. കോടതി ശിക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല ന്യായീകരണങ്ങളും ഇറക്കി. ആ ന്യായീകരണങ്ങൾ ഇറക്കി അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ ഗോവിന്ദൻ വിളിച്ച് ശിവൻകുട്ടിയെ, ഹലോ ശിവൻകുട്ടിയല്ലേ? യെസ് യെസ് സഖാവെ പറഞ്ഞോളൂ. സഖാവ് പിന്നെ അങ്ങോട്ട് ഭരണിപ്പാട്ടാ നടത്തിയത്. ഗോവിന്ദൻ ഭരണിപ്പാട്ട് നടത്തി. അടിമകൾക്ക് പറഞ്ഞു നിൽക്കാൻ, പിടിച്ചു നിൽക്കാൻ, അടിമകൾക്ക് പറയാനും പിടിച്ചു നിൽക്കാനുമുള്ള ആകെയുള്ള ഒരു കച്ചിത്തിരുമ്പ് അത് രാഹുൽ മാങ്കൂട്ടം മാത്രമാണ്. കൊത്തി വലിക്കാനും തെറി വിളിക്കാനും അസഭ്യവർഷങ്ങൾ നടത്തുവാനും ആകെയുള്ള ഒരു പിടിവല്ലി അത് രാഹുൽ മാങ്കൂട്ടമാണ്. പിന്നെ എന്ത് പണിയാ നിങ്ങൾ ചെയ്തത് എന്നാണ് ഗോവിന്ദൻ ചോദിച്ചത്. ഈ മാതിരി ഏർപ്പാടുകൾ ഇനി ഉണ്ടാവരുത്, മാറ്റി പറയണം ഇപ്പൊ തന്നെ. ആര് പറഞ്ഞിട്ടാണെങ്കിലും വരുന്നില്ല, ഇപ്പൊ തന്നെ മാറ്റി പറയണം. ഉടനടി ശിവൻകുട്ടി എന്ത് ചെയ്തു? ഫേസ്ബുക്ക് അങ്ങ് ഓപ്പൺ ആക്കി തന്റെ സെക്രട്ടറിയോട് പറഞ്ഞു, എഴുതടാ, എഴുതി ഇതല്ല നിലപാട് എന്ന്. രാഹുൽ സ്വയം മാറി നിൽക്കണമായിരുന്നു എന്ന്. പക്ഷേ ഇന്നിപ്പോ രാവിലെ, അതായത് ഇന്നലെ രാവിലെ ഈ പറഞ്ഞ ശാസ്ത്രമേള മെനിഞ്ഞാന്നായിരുന്നു. അത് കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോ ശിവൻകുട്ടിക്ക് തോന്നിയില്ലേ, ശിവൻകുട്ടി അതായിരുന്നില്ല പറയേണ്ടതെന്ന്. അറ്റ്ലീസ്റ്റ് ഈ അടിമകളെ കുറിച്ച് ഓർത്തില്ലേ നിങ്ങള്? ഈ അടിമകളെ കുറിച്ച് ഓർക്കണ്ടേ? അടിമകൾക്ക് ആകെ കേരളത്തിൽ പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാല് രാഹുൽ മാങ്കൂട്ടമാണ്. ഗർഭം കലക്കി എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാ. അവരുടെ ആ പറച്ചിലെങ്കിലും മുട്ടിപ്പോകുമല്ലോ എന്ന് ശിവൻകുട്ടി ആലോചിക്കണമായിരുന്നില്ലേ? എന്നിട്ട് വേണ്ടേ സംസാരിക്കാന്? പാവം ശിവൻകുട്ടി. അത് പലപ്പോഴും ഈ പറയുന്നത് ഞാൻ അയാളെ ഈ ശിവൻകുട്ടിയെ അപമാനിക്കുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ ഒന്നും ചെയ്യുന്നല്ല. ആള് എന്തെന്ന് പറഞ്ഞാല് ആളവിടെ മന്ത്രിസ്ഥാനത്ത് ഉണ്ടെന്നേ ഉള്ളൂ. തീരുമാനങ്ങളും ഈ പറയുന്നതൊക്കെ കൈക്കൊള്ളുന്നത് രാജാവാ. അപ്പൊ രാജാവ് ഇങ്ങനെ ഇട്ട് ഇമ്മ വരപ്പിക്കുക. PM ശ്രീയിലും അതാ സംഭവിച്ചത്. PM ശ്രീയില് ഒരിക്കലും നമുക്ക് ശിവൻകുട്ടിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ശിവൻകുട്ടി അത് അറിഞ്ഞിട്ടില്ല. ശിവൻകുട്ടി ഈ പറയുന്ന PM ശ്രീയിൽ ഒപ്പിടാൻ ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിട്ടത് ശിവൻകുട്ടി അറിഞ്ഞിട്ടില്ല. ഒപ്പൊക്കെ ഇട്ട് ഇത് പത്രങ്ങളിൽ വരുമ്പോഴാണ് ശിവൻകുട്ടി തന്നെ അറിയുന്നത്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയായി ആ കസേരയിൽ ഇരിക്കുന്ന ശിവൻകുട്ടി ഇത് എന്റെ അറിവില്ലാതെ ചെയ്തതാണെന്ന് പറയാൻ കഴിയുമോ? അപ്പൊ ചോദിക്കൂല, പിന്നെ നിങ്ങൾ എന്തിനാ ആ കസേരയിൽ ഇരിക്കുന്നത് എന്ന്. ആ ചോദ്യങ്ങൾ കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാ ശിവൻകുട്ടിക്ക് അതിനെ ന്യായീകരിക്കേണ്ടി വന്നത്. അതല്ലാതെ ശിവൻകുട്ടിക്ക് ഇത് RSSന്റെ അജണ്ടയാണെന്നോ ഇത് ഈ പറയുന്ന കാവ്യവൽക്കരണമാണെന്നോ ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. ആ നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടുമല്ല. ശിവൻകുട്ടി നിലപാടുകളൊക്കെ അത് തന്നെയാ. പക്ഷെ താനത് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു. ആകെ അത് ഈ പറയുന്ന രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ ശിവൻകുട്ടിയുടെ ഓഫീസിലിരിക്കുന്ന ആളുകള് ശിവൻകുട്ടി പോലും അറിയാതെ പോയി ചെയ്ത കാര്യങ്ങളാ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെയാ ഇപ്പൊ ഈ കാര്യത്തിലും. അയാളത് നിഷ്കളങ്കമായിട്ട് പറഞ്ഞു. നിഷ്കളങ്കമായിട്ട് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന CPMന്റെ രീതി എന്താ? ഇപ്പൊ മുകേഷിന്റെ കാര്യത്തില്, ശശീന്ദ്രന്റെ കാര്യത്തില്, തോമസ് ഐസക്കിന്റെ കാര്യത്തില്, KT ജലീൽ, P ശ്രീരാമകൃഷ്ണന്, അങ്ങനെ തുടങ്ങി കടകംപള്ളി സുരേന്ദ്രൻ മുതല് ഗണേഷ് കുമാർ, മുകേഷ് അടങ്ങുന്ന ഈ സംഘങ്ങൾക്കെതിരെയൊക്കെ ഈ പറയുന്ന ലൈംഗികാരോപണങ്ങൾ വന്നപ്പോ ഇവരുടെ ഈ പറഞ്ഞ നിലപാടുകൾ എന്തായിരുന്നു? അതൊക്കെ കോടതി തെളിയിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നുള്ളതായിരുന്നു നിലപാട്. അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയത്. അപ്പൊ രാഹുലിന്റെ വിഷയത്തിലും ഇത് തന്നെയാണ്. പലപ്പോഴും ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പോ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുമെന്ന്? സംഭവം അത് അയാളതല്ല. അയാളുടെ പേരിലൊരു അക്കൗണ്ട് ഉണ്ട്. അത് നിയന്ത്രിക്കുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകള് മറ്റു ചിലരാ. അവരുടെ കാര്യങ്ങളാ. ഇപ്പൊ ഈ നിലപാട് മാറ്റുന്നതടക്കം അത് ശിവൻകുട്ടിയുടേതല്ലേ? മനസ്സിലായില്ലേ? അത് ശിവൻകുട്ടിയെ കൊണ്ട് ശിവൻകുട്ടിയുടെ പേരിൽ മറ്റു ചിലർ ചെയ്യിപ്പിച്ചതാണ്. ആ പോസ്റ്റ് അവിടെ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ശിവൻകുട്ടി കാണുന്നത്. അയാൾ വായിച്ചു നോക്കുന്നത് തന്നെ അത് അവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ എന്ത് ചെയ്യാനാണ് അല്ലേ? പിന്നെ നമ്മൾ ഈ ഒരു പരിധി കടന്ന്, എനിക്കും ഉണ്ട് കേട്ടോ വിഷമം. കാരണം ഒരു പരിധി കടന്ന് ശിവൻകുട്ടിയെ നമ്മൾ വിമർശിക്കുമ്പോൾ നമുക്കും വിഷമമുണ്ട്. പക്ഷെ അതല്ലാതെ വേറെ വഴിയില്ല. കാരണം ഇയാളുടെ പ്രവർത്തികൾ ഇയാൾ തന്നെ ഉത്തരവാദി ആവാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? അല്ലേ? പിന്നെ എന്നെ കൊണ്ട് പറ്റൂല.
രാജാവ് എന്നെ അങ്ങ് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോണം അല്ലേ? അതല്ലേ അറ്റ്ലീസ്റ്റ് അതല്ലേ ചെയ്യേണ്ടത്. ഇത് അതും ചെയ്യുന്നില്ല, കസേരയിൽ ഇരിക്കുകയും വേണം, ഒന്നും ഒരു ഉത്തരവാദിത്തം ഏൽക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെയാണ് ശരിയാവുന്നത്? അത് ശരിയാവുക? അത് ശരിയാവൂല. അത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഇതിനെയൊക്കെ നിലപാട് എന്ന് പറയാൻ പറ്റുക? നമ്മളൊരു നിലപാട്